അച്ഛമ്മ എവിടെ? അച്ഛമ്മ അവിടെ വാഷിംഗ് മെഷീൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയോ? അമ്മ സിംബ ഡാൻസിന് പോയിരിക്കുക. ആ അതെ, അച്ചാച്ച അച്ഛമ്മേനെ കണ്ടിട്ട് വരാട്ടാ. മോൾ ഇവിടെ ഇരുന്ന് കളിച്ചോ. എന്താ പെങ്ങളെ, ഇന്നത്തെ പണിയൊന്നും കഴിഞ്ഞില്ലേ? ആങ്ങളെയാ ഇല്ല, ആങ്ങളെ കൊറേ തിരുമ്പാനുണ്ട്. നിനക്ക് കുറച്ച് പണിയൊക്കെ ചാന്ദിനെ കൊണ്ട് ചെയ്യിച്ചൂടെ? അളിയ ആരോടായി പറയണേ? അവളെ കൊഞ്ചിച്ച് വഷളാക്കിയത് തന്നെ ഇവിടെ. ഓ ഞാനതങ്ങ് സഹിച്ചു. ഇക്കണക്കിന് കൊറേ നീ സൈറ്റിന്റെ വരും. ഇനി നിങ്ങൾ ഇനി അത് പറഞ്ഞ് തല്ലൂടണ്ട. ഞാൻ വന്നതേ സഞ്ജുവിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ. ഓ എന്താ പെങ്ങളെ, നമുക്ക് ആ കല്യാണം കൊണ്ട് ഉറപ്പിക്കല്ലേ? എന്തോ എനിക്ക് അബന്ധതയോട് വലിയ താല്പര്യൊന്നും ഇല്ല കേട്ടോ. അതെന്താ? ആ പെൺകുട്ടിക്ക് തടി കൂടുതലാ. പിന്നെ നിന്റെ മോ അങ്ങനെ തടി കുറഞ്ഞിട്ട് കവുങ്ങ് പോലെ ആടില്ലേ? എന്റെ മുഖത്തിൽ തടി ഉണ്ടെങ്കിലും എന്നെ പോലെ നിറമുണ്ട്, ഭംഗിയുണ്ട്. കളറും ഭംഗിയും വെച്ചിട്ട് പുഴി തിന്നാൻ നിനക്ക്. എന്റെ പെങ്ങളെ, കളറും തടിയും ഭംഗിയും നല്ല നോക്കേണ്ടത് സ്വഭാവമാണ്. അതെ, നല്ല സ്വഭാവമുള്ള കുട്ടി വന്നെങ്കിലേ നമ്മുടെ മോന്റെ ജീവിതത്തിൽ സമാധാനമുള്ളൂ. അതെ, അതാണ് രാജ്യം നീ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്റെ പെങ്ങളെ, കുറെ കാലയിലെ സഞ്ജുവിന് പെണ്ണാലോചിച്ച് നടന്നു തുടങ്ങിയിട്ട്. ദേ, ഞാനായിട്ടൊരു പെൺകുട്ടിനെ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. അന്വേഷിച്ചപ്പോ നല്ല സ്വഭാവം. ഇന്നത്തെ കാലത്ത് ഈ പെൺകുട്ടികളെ കിട്ടാൻ ഭയങ്കര വിഷമാ. അതെ, ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ കല്യാണത്തിന് സമ്മതിക്കില്ല. ഇതന്നെ കിട്ടിയത് പഠിപ്പ് കുറഞ്ഞുകൊണ്ടാ. എന്നാലും ആങ്ങളെ ഇനിയും നീ എതിർത്ത് നിന്നാല് നമ്മുടെ മോനൊരു ജീവിതം ഇല്ലാണ്ടാവും. ഇനി വേറൊരു കല്യാണാലോചന വേണ്ട എന്റെ അടുത്ത് വരണ്ടട്ടാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ദേ പിന്നെ വരവും പോക്കും ഉറപ്പിക്കലൊന്നും വേണ്ട. പിന്നെ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് താലി കെട്ടും. സദ്യ വിളിച്ച് നാട്ടുകാർക്ക് മറ്റും ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവിടെ കാശില്ല. നീ എന്ത് വർത്താനം രാജി നീ പറയണേ? തർക്കിക്കണ്ട അളിയ, പെങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഏ അളി ഇങ്ങോട്ട് വന്നേ. ഒരു കണക്കിന് സമ്മതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആശ്വാസം. ചെറുതായിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞപ്പോ എന്റെ അളിയെ സമ്മതിച്ചേ. അതൊക്കെ ഉണ്ട്. നാളെ കാലത്തേ അളിയെ അമ്പാർ പറമ്പേക്ക് പോയ ഇവിടെ വെച്ച് പറഞ്ഞ് ശരിയാവില്ല. ശരി എന്നാ ഞാൻ ഇറങ്ങാം. ശരി 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 അളിയ. മുത്തച്ഛ പോവാണോ? ആ എന്നെ ചീനുട്ടിയുടെ കാര്യം ഞാൻ മറന്നു. ഇതാ ശരി കേട്ടാ. ബായ്.